കോഴിക്കോട് കൂടരഞ്ഞിയിൽ ടിപ്പർ ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ചു വീണു. സ്കൂൾ കുട്ടികളും യാത്രക്കാരും ബസ് കാത്തു നിൽക്കുന്നതിന് സമീപമാണ് കരിങ്കല്ല് തെറിച്ചു വീണത്. സംഭവ സമയത്ത് ആളുകളില്ലാത്തതിനാൽ അപകടം ഒഴിവായി. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? വേണു, ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ് വിദ്യാർത്ഥി മരിച്ച ദാരുണമായ സംഭവം നമുക്ക് മുന്നിലുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തകൃതിയായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത വ്യക്തമാക്കുന്നതാണ് ഈ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങൾ. ഇത് ഇന്നലെ സംഭവിച്ചതാണ്. കൂടരഞ്ഞി മേലെ കൂമ്പാറ അങ്ങാടിയിൽ വെച്ചാണ് ഓടുന്ന ടിപ്പറിൽ നിന്ന് കരിങ്കൽ കഷ്ണം തെറിച്ച് പുറത്തേക്ക് വീഴുന്നത്. ഈ പുറത്തു വീഴുന്ന ആ ഭാഗം അല്ലെങ്കിൽ ആ പ്രദേശം സാധാരണ രീതിയിൽ കുട്ടികളും മറ്റുള്ളവരും ബസ് കാത്തു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത്തരത്തിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഭാഗ്യവശാൽ മാത്രമാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ഓവർലോഡ് കയറ്റിയതുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പോലീസ് ഫൈൻ അടച്ച ഒരു ലോറിയാണ് ഇത് എന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അശ്രദ്ധയാണ് ഈ ലോറി ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയാതെ വയ്യ. ഈ ഒരു ഏരിയ, ഈ ഒരു ഭാഗം, മുക്കം ഭാഗമൊക്കെ തന്നെ ഈ ക്വാറി പ്രദേശമാണ്. ക്വാറിയിൽ നിന്ന് കരിങ്കല്ല് കൊണ്ടുപോകുന്ന അത്തരത്തിൽ സംഭവങ്ങൾ സ്ഥിരമായി നടക്കുന്ന ഒരു പ്രദേശമാണ്. വലിയ രീതിയിൽ ആൾക്കാർ പരാതിപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോഴും നടപടി ഉണ്ടാകുന്നില്ല. ഇത്തരം അശ്രദ്ധയോടുകൂടി ഈ കരിങ്കല്ലുകളൊക്കെ കയറ്റിക്കൊണ്ട് ലോറികൾ കടന്നുപോകുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. ഏതായാലും അവർ ആ രീതിയിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ ആ പ്രദേശത്തുള്ള നാട്ടുകാർ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. വേണു, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.